കണ്ണൂർ കാക്കയങ്ങാട് ഭാര്യയെയും ഭാര്യാമാതാവിനെയും ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഭാര്യയുടെ മുൻ ബന്ധത്തെ ചൊല്ലിയുള്ള വഴക്കിനിടയിൽ. പനശ്ശിക്കടവത്ത് അലീമ 53, മകൾ സൽമ 31 എന്നിവരെയാണ് സൽമയുടെ ഭർത്താവ് ഷാഹുൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30ഓടെയായിരുന്നു നാടിനെ നടുക്കിയ അതിക്രൂരമായ കൊലപാതകം നടന്നത്. സൽമയും ഭർത്താവും കുറച്ചുനാളുകളായി മാറി താമസിക്കുകയാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് സൽമ സുഹൃത്തിനോടൊപ്പം പോയിരുന്നു. വീട്ടുകാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് സൽമയെ ഭർത്താവിനോടൊപ്പം വിടുകയായിരുന്നു. പിന്നീട് ഇതിനെ ചൊല്ലി ഷാഹുലും ഭാര്യ സൽമയും നിരന്തരം പ്രശ്നങ്ങളായിരുന്നു. പ്രശ്നം രൂക്ഷമായപ്പോൾ സൽമ സ്വന്തം വീട്ടിലേക്ക് പോയി. പിന്നീട് ഇന്നലെ ഷാഹുൽ വീട്ടിലെത്തുകയും സൽമയുമായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്തു. വഴക്കിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിലും നെഞ്ചിലും വെട്ടി. തടയാൻ ചെന്ന അലീമയെയും വെട്ടി വീഴ്ത്തി. ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ സൽമയുടെ മകൻ ഫഹദിനും പരിക്കേറ്റു. ഫഹദ് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ ഷാഹുൽ അമീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷാഹുൽ അമീദ് 2 പേരെയും ആക്രമിക്കുന്ന സമയത്ത് സൽമയുടെ മറ്റൊരു മകൻ ഫർഹാൻ, സഹോദരൻ ഷെരീഫിന്റെ ഭാര്യയും വീട്ടിൽ ഉണ്ടായിരുന്നു. ആക്രമണം കണ്ട് ഭയന്ന് റൂമിൽ കയറി വാതിലടിച്ചതിനാൽ ഇരുവരും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. നിലവിളി കേട്ടുവന്ന സമീപവാസികളാണ് വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന 3 പേരെയും കാണുന്നത്. ഉടനെ പോലീസിനെ വിവരമറിയിച്ചു ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിലെത്തിച്ചെങ്കിലും 2 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണത്തിൽ പരിക്കേറ്റ മകൻ ഫഹദ് ചികിത്സയിൽ തുടരുന്നു. കുടുംബ വഴക്കിനെ ചൊല്ലിയാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. ഷാഹുൽ മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഓട്ടോറിക്ഷയിൽ ആയുധസഹിതം എത്തിയ ഷാഹുൽ വഴക്കിനിടയിൽ ഭാര്യയെയും ഭാര്യാമാതാവിനെയും വെട്ടുകയായിരുന്നു. ഭാര്യയെ കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഷാഹുൽ വീട്ടിലേക്ക് വന്നത്. ഷാഹുൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്.